നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.comലേക്ക് സ്വാഗതം. MLA.comൽ ഇന്ന് നമ്മോടൊപ്പം കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രനാണ്. കുന്നത്തുനാടെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരിക ശ്രീ സജീന്ദ്രൻ്റെ മുഖമാണ്. കാരണം കഴിഞ്ഞ സിറ്റിംഗ് MLA PV ശ്രീനിജൻ ഒരു തവണയാണ് അവിടെ നിന്ന് ജയിച്ച് മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂവെങ്കിലും രണ്ട് ഊഴം അടുപ്പിച്ച് ഇദ്ദേഹമായിരുന്നു കുന്നത്തുനാടിനെ നയിച്ചിരുന്നത്. അതുകൊണ്ട് ധാരാളം പദ്ധതികൾ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞ 2021 സാധിച്ചില്ല. ഇത്തവണ ശ്രീനിജനുമായിട്ട് തന്നെയാണ് ഏറ്റുമുട്ടിയത്, വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമസ്കാരം. PV ശ്രീനിജനുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. ധാരാളം സ്വപ്ന പദ്ധതികളുണ്ടായിരുന്നു. തുടങ്ങി പൂർത്തീകരിക്കേണ്ട പദ്ധതികളെല്ലാം കഴിഞ്ഞ സിറ്റിംഗ് MLA ഏകദേശമാക്കി. താങ്കൾ തുടങ്ങി വെച്ച പദ്ധതികളാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. എങ്ങനെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് അവർ ആവേശപൂർവ്വമായിട്ടാണ് അവർ സ്വീകരിച്ചത് MLA? അല്ല, ഞാൻ MLA അല്ല എന്നൊരു തോന്നൽ അവിടുത്തെ കുന്നത്തുനാട്ടുകാർക്ക് തോന്നിയിട്ടില്ല. ഈ 5 വർഷം ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും പൊതുപരിപാടിയിലും വളരെ സജീവമായി നിന്നുകൊണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിയമസഭയ്ക്ക് അകത്ത് കയറാൻ പറ്റിയില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ളത് കൊണ്ട് അവർ വളരെ സ്നേഹത്തോടും വളരെ സന്തോഷത്തോടു കൂടും എന്നെ സ്വീകരിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് പുതിയതായി വീണ്ടും തിരഞ്ഞെടുത്ത് വന്നപ്പോഴും പഴയ പോലെ തന്നെ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നി. പുതിയ ഇതായിട്ട് തിരിച്ചു വരുവാണ് മണ്ഡലത്തിലൊന്നും തോന്നിയില്ല. ഒന്നും തോന്നിയിട്ടില്ല. കാരണം അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് പുതിയതായി തിരഞ്ഞെടുത്ത് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ തുടങ്ങി വെച്ച് ധാരാളം പദ്ധതികൾ ഉണ്ടാവില്ലേ? കഴിഞ്ഞ LDF PV ശ്രീനിജൻ തന്നെയായിരുന്നു. അദ്ദേഹം താങ്കൾ തുടങ്ങി വെച്ച പദ്ധതികളാണ് മുന്നോട്ട് കൊണ്ടുപോയത്. സ്വപ്ന പദ്ധതികൾ എന്താണ്? പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പദ്ധതികൾ ഉണ്ടാവുമല്ലോ കഴിഞ്ഞ തവണ MLA അല്ലാതിരുന്നത് കൊണ്ട് തന്നെ. എങ്ങനെയാണ് പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? അല്ല, സാധാരണ രീതിയിൽ റോഡുകൾ, പാലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ എല്ലാ നിയോജക മണ്ഡലത്തിലും ഉണ്ടാവാറുള്ളത്. അതൊക്കെ അതിൻ്റെ ഓൺഗോയിങ് ആയിട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ പ്രത്യേകിച്ച് ടൂറിസം പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് കടമ്പ്രയാർ ടൂറിസം. അപ്പോൾ അന്ന് AP അനിൽകുമാർ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ അന്ന് കുറേ ഫണ്ട് അനുവദിച്ച്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച് കടമ്പ്രയാർ ടൂറിസത്തിന് അവിടെ ഒരു ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് അത് ടൂറിസം പദ്ധതി എപ്പോഴും വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി മാത്രമേ ആളുകളെ ആകർഷിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങനെ വലിയ പദ്ധതികളൊന്നും വരാത്തത് കൊണ്ട് വീണ്ടും അവിടേക്ക് ആളുവരവ് കുറയുകയും ഒക്കെ ചെയ്തു. എന്നാൽ വീണ്ടും ഞാൻ അത് കടമ്പ്രയാറിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഡിമാൻഡ് ചർച്ചയിൽ കടമ്പ്രയാർ വിഷയം ഞാൻ ഉയർത്തിക്കൊണ്ടുവരികയും ടൂറിസം മന്ത്രി അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം കടമ്പ്രയാറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോ പാർക്ക് ആയിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് അവധി ദിവസങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അവർക്കൊന്നെങ്കിൽ നഗരത്തിലേക്ക് പോകണം. നഗരത്തിൽ പോയി സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവരെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ട്രാഫിക് ഇല്ലാത്ത, സ്വസ്ഥമായി ഇരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, ആഭ്യന്തര ടൂറിസം അവിടെ തന്നെ. അപ്പം ഇതിനോട് തൊട്ടടുത്താണ്. അപ്പം നമുക്കൊരു ഐഡിയ ഉള്ളത് എന്ന് ചോദിച്ചാൽ കടമ്പ്രയാർ ടൂറിസം പോയിന്റിലേക്ക് ഇൻഫോ പാർക്കിൻ്റെ അവിടുന്ന് തന്നെ ബോട്ട് വന്ന് ബോട്ടിൽ തന്നെ തിരിച്ചു പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു ഒരു പ്ലാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് ഈ സ്പോർട്സ് താല്പര്യമുള്ള കുട്ടികൾ ഒട്ടനവധിയുള്ള ഒരു സ്ഥലമാണ് കുന്നത്തുനാട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവർക്കും ഇതുപോലെ നഗരത്തിൽ വന്നാലേ നീന്തൽ പരിശീലിക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ വോളിബോൾ പരിശീലിക്കാൻ പറ്റുള്ളൂ, കൊച്ചിയിലെത്തണം എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ക്രിക്കറ്റ് പരിശീലനത്തിന് പേരൻസ് എടുക്കുന്ന താല്പര്യമുള്ളവർ വളരെ ഇതാണ്. കാരണം
രാവിലെ കൊണ്ടുവിടണം, വൈകിട്ട് വരണം. അതെ. ഇപ്പോൾ അപ്പോൾ നിലവിൽ അങ്ങനെ പരിശീലന കേന്ദ്രം കൂടി ഉൾപ്പെടുന്ന ഒരു സ്പോർട്സിൻ്റെ അക്കാഡമിയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ 5 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. 5 കോടി രൂപ മാറ്റിവെച്ചു. അപ്പോൾ അതിനുള്ള സ്ഥലം 2-3 കണ്ടെത്തി സ്പോർട്സ് കൗൺസിലിൻ്റെ ആളുകൾ വന്ന് അത് പരിശോധിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പം അതിലൂടെ ഡെവലപ്പ് ചെയ്ത അപ്പം 5 കോടി വെച്ചിട്ടുള്ളതെങ്കിലും ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വന്നാൽ തരാം, ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് കൂടുതൽ വന്നാൽ തരാം. 5 കോടി എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ചിലവ്. ഇപ്പം 6 ആയാലും 7 ആയാലും 8 ആയാലും അത് കൂടുതൽ എന്തെങ്കിലും വന്നാൽ അതുകൂടെ ബഡ്ജറ്റിൽ ഫസ്റ്റ് ഇതായിട്ട് മാത്രമാണ് തന്നിരിക്കുന്നത് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അതും നമുക്കൊരു സ്വപ്ന പദ്ധതി ആയിട്ട് നിലനിൽക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ MLA ആയതിനു ശേഷം വീണ്ടും തുടങ്ങിയിരിക്കുന്ന ഒന്ന് ഉയരെ ഉന്നതി. അതാണിപ്പോൾ അവധി ദിവസങ്ങളിൽ അവിടുത്തെ ഉന്നതികളിലേക്ക് ചെല്ലുകയാണ്. ഉന്നതികളിൽ ചെന്ന് നേരത്തെ തന്നെ അറിയിക്കും, ഇത്ര സമയത്ത് MLA ഇന്ന സ്ഥലത്ത് ആരുടെയെങ്കിലും വീടിൻ്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് അവിടെ ഇരിക്കും. അടുത്തുള്ള മുഴുവൻ വീട്ടുകാർക്കും വന്ന് MLA കാണാം, അവരുടെ നിവേദനങ്ങൾ അവർക്ക് തരാം. അപ്പോൾ അവരുടെ നിവേദനങ്ങൾ വെള്ള പേപ്പറിലൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പം വർഷങ്ങളായിട്ട് പട്ടയം കിട്ടാതെ ഇപ്പോഴും ഭൂമി താമസിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ ചികിത്സാ സഹായം രോഗികളായിട്ടുള്ള പ്രായം ചെന്ന ആളുകളുണ്ട്, അല്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അതായത് ഈ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവരുടെ വിഷയങ്ങൾ അവര് MLA അന്വേഷിച്ചു വരികയാണ്. അവരെ അന്വേഷിച്ച് അങ്ങോട്ട് ഇല്ലാണ്. അതായത് ഇവർക്ക് ആഴ്ചയിൽ അവധി ദിവസം മാത്രമേ വീട്ടിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അന്ന് സർക്കാർ ഓഫീസിൽ പോയാൽ സർക്കാർ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സർക്കാർ ഓഫീസ് ഇനി ഏതെങ്കിലും ദിവസം അവധിയെടുത്ത് പോയാൽ ഇവർ ചെല്ലുമ്പം സർക്കാർ ഓഫീസിലുള്ള ആളുകൾ പറയുന്നത് ഇവർക്കും മനസ്സിലാവില്ല, ഇവർ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. കാരണം സാങ്കേതിക വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കില്ല പലരും. അപ്പോൾ ഇവരുടെ വിഷയം നമ്മൾ അപേക്ഷ മേടിച്ചിട്ട് നമ്മൾ തന്നെ ഈ പറയുന്ന താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കളക്ട്രേറ്റിൽ എൻ്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് നമ്മുടെ സ്റ്റാഫാണ് അതെല്ലാം ചെയ്യും. ഈ BPSCയിലും മറ്റും കുടിയൊഴിപ്പിച്ച ധാരാളം പേര് ഇപ്പോഴും എവിക്ഷൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അവർ സമരങ്ങൾ ധാരാളമായി തുടരുന്നു. അവർക്ക് കുറച്ചു പേർക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, താമസിക്കാനുള്ള ഇടം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അവരൊക്കെ അവിടെ. അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ എന്താണ്? ഇപ്പോഴും സമരം തുടരുകയാണ്. അല്ല, അവിടെ ഈ BPCL അക്വയർ ചെയ്ത ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുത്ത് സ്ഥലത്തിൻ്റെ വില കൊടുത്താണ് വിട്ടിരിക്കുന്നത്. അവർക്കാർക്കും പ്രശ്നമില്ല. നിലവിൽ ഈ BPCLൻ്റെ സമീപത്ത് താമസിക്കുന്ന ചില ആളുകൾക്ക് മലിനീകരണത്തിൻ്റെ ഫലമായിട്ട് അവരുടെ സ്ഥലം ഏറ്റെടുക്കണം, ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള സമരങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തെ വിഷയമാണ് അയ്യങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് സമരം നടക്കുന്ന ഒരു സ്ഥലം. അയ്യങ്കുഴിക്കാരുടെ വിഷയം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ വിഷയം അവിടെ അവർ മാറി താമസിക്കേണ്ടി വന്നു കണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചില പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടില്ല. കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വേണം അതിൻ്റെ ഫൈനൽ തീരുമാനം. അപ്പോൾ ആ വിഷയം യഥാർത്ഥത്തിൽ നമ്മൾ ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ കലക്ടറുമായിട്ട് സംസാരിച്ച് ആ വിഷയം ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അത് അധികം താമസിക്കുക അവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ തലയിൽ വന്ന ഏറ്റവും വലിയൊരു റിസ്ക് പിടിച്ച ഉത്തരവാദിത്തം പരീത്തുകാവിലെ സുപ്രീം കോടതി വരെ പോയ കേസുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ആ പരീത്തുകാവ് വിഷയം ഗവൺമെൻറ് വന്ന് 2-ാം ദിവസം അവിടെ കുടിയൊഴിപ്പിക്കലിന് പോലീസും ആമീനും അഭിഭാഷക കമ്മീഷനും ഹൈക്കോടതി ഇടപെടലും. അതെ. അപ്പോൾ 14 പ്രാവശ്യം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വന്നിരുന്നു. മനസ്സിലായില്ലേ? 15ാമത് തവണ വന്നപ്പോഴാണ് ഇത് വലിയ വിവാദമായത്. കാരണം ഇതാ പട്ടികജാതിക്കാരായ ആളുകളെ അവരെ ഒഴിപ്പിച്ചു വിടുന്നു എന്നും പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായി. അപ്പം ആ വിഷയം അടുത്ത ദിവസം നിയമസഭ ആദ്യ സമ്മേളനത്തിൽ തന്നെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലായിട്ട് ഞാൻ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടു, ആഭ്യന്തരമന്ത്രി ഇടപെട്ടു. ആ വിഷയം ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള റോജി എം ജോൺ മന്ത്രിയെയും എന്നെയും ചുമതലപ്പെടുത്തി 2 കൂട്ടരുമായി വിഷയം സംസാരിച്ച് തീർക്കാൻ. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നേരിട്ടിടപെട്ടാണ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് സമയം ചോദിച്ചത്. അപ്പം ഹൈക്കോടതി എന്നാൽ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്തു.
അപ്പോൾ ഈ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തീരുന്ന സെറ്റിൽമെൻ്റ് അല്ലല്ലോ. കാരണം ഒന്ന് സുപ്രീം കോടതിയുടെ വിധി ഈ സ്ഥല ഉടമസ്ഥരുടെ കൈവശം, അതെ. രണ്ടാമത് ഞങ്ങളുടേതാണ് ഈ ഭൂമി എന്നുള്ള ധാരണയിൽ ജീവിച്ചവരാണ് അവർ. അതെ. അവരപ്പനെ സ്വന്തം സ്ഥലത്തുനിന്നും വിട്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ വരും. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം എല്ലാവർക്കും ഉള്ള വിഷയമാണ്. അപ്പോൾ ഈ ഇരുകൂട്ടരുമായിട്ട് സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ ഭൂമി ഉടമസ്ഥരെ നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അവിടെ തന്നെ ഭൂമി കൊടുക്കണം ഇവർക്ക്. അവിടെ കോളനികൾ ധാരാളം ഉണ്ടല്ലോ. ഈ ഇഷ്ടംപോലെ കോളനികൾ നമുക്ക് കോളനികളൊക്കെ ഒരു നിർമ്മാണം എന്നുവെച്ചാൽ ഇനി പ്രത്യേകിച്ച് പട്ടികജാതി ആ ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. ധാരാളം വിഭാഗക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രശ്നം പരിഹരിച്ച് കോളനി വിമുക്തമാക്കി അവർക്കൊക്കെ നല്ല പാർപ്പിട സൗകര്യം, ഒപ്പം തൊഴിൽ സാധ്യതകൾ, കുടിവെള്ള പ്രശ്നം. ഞങ്ങൾ വരുമ്പോൾ ഈ 2020 കുന്നത്ത് ആ പ്രദേശമൊക്കെ ഏറ്റെടുത്തെങ്കിലും ഒരിക്കലും കുടിവെള്ളം ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ കുടിവെള്ളം ഇപ്പോഴും കുടിവെള്ള പ്രശ്നം രൂക്ഷമായി അടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എങ്ങനെയാണ്? അല്ല, അവിടുത്തെ ഒരു വിഷയം ഈ കോളനികളിൽ അല്ലെ ഇപ്പം ഉന്നതികൾ എന്നാണ് പറയുന്നത്. ഉന്നതികളെ വിഷയം നേരി കണ്ട് അത് പഠിച്ച് അത് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ തന്നെ ഈ ഉയരെ ഉന്നതിയുമായിട്ട് പോകുന്നത്. വീടുകളെ സംബന്ധിച്ച് ബഹുമാനായ ശ്രീ TH മുസ്തഫ 20 വർഷക്കാലം MLA ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ വീടുകൾ വെച്ച് കൊടുത്തിരുന്നു. അത് എപ്പോഴും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഉന്നതികളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന കൂടുതൽ അപേക്ഷകളും വീട് മെയിൻ്റനൻസ്, പുതിയ വീടുകൾ എന്നുള്ളതാണ്. അന്ന് വെച്ച വീടുകളെല്ലാം അതെ മെയിൻ്റനൻസ്. അപ്പോൾ ആ മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും? ചിലതൊക്കെ സ്പോൺസർഷിപ്പിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ ഇരുന്ന് തന്നെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ആരെ കൊണ്ടെങ്കിലുമൊക്കെ അപ്പം തന്നെ വിളിച്ചാൽ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പുതിയതായി ഇപ്പോൾ വീട് വെച്ച് കൊടുക്കൽ എങ്ങനെയെന്ന് നടക്കുക, സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടുത്താം, ആരെയെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കുക. പക്ഷേ ഈ സ്ഥലവും വീടും ഇല്ലാത്ത ആളുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടുകയാണ്. അതിനാണ് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. അതിപ്പോൾ സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഐക്യനാട് പഞ്ചായത്തിൽ പഴന്തോട്ടത്ത് ഒരു സഭ 10 കുടുംബങ്ങൾക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത സ്ഥലം അവിടെ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്പോൺസർമാരെയും കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും പാവപ്പെട്ടവർക്ക് 10 വീട് വെച്ച് കൊടുത്താൽ അത്ര ആയില്ലേ? അപ്പം നമ്മളിതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ആളുകളെ അങ്ങോട്ട് ചെന്ന് അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ജനഹിത യാത്രയിൽ ഞങ്ങൾ മുൻ MLA പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ധാരാളം പ്രവർത്തനങ്ങൾ അതിന് മുന്നെടുത്ത MLA, അതായത് താങ്കൾ, അദ്ദേഹം നിർത്തിവെച്ചതാണല്ലോ അദ്ദേഹം തുടങ്ങിയത്. ധാരാളം പാതി വഴിയിൽ നിർത്തിയ പ്രശ്നങ്ങളുണ്ട്. അതായത് നിയോജക മണ്ഡലം ദുരവസ്ഥയിലാണെന്നുള്ളൊരു ആക്ഷേപമൊക്കെയാണ് ഉന്നയിച്ചത്. എങ്ങനെയാണോ താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നു? ഇപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ഈ ഒരു 5 വർഷക്കാലം താങ്കൾ തുടങ്ങി വെച്ച പദ്ധതികൾ പോലും മുഴുവിപ്പിക്കാനാവാതെ ഒരു വിഷമസ്ഥിതിയിലാണോ? ഇപ്പോൾ എല്ലാം മുടങ്ങിക്കിടന്നു, ഒന്നും ചെയ്ത് 5 വർഷം കൊണ്ട് അപ്പോൾ ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണോ? എന്താണ്? അല്ല, പുള്ളി എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവന്നാലേ എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ മുന്നമ്മല്ല എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ തുടങ്ങാമെന്ന് നോക്കാം. തുടങ്ങി വെച്ചത് പോലും പൂർത്തീകരിച്ചിട്ടില്ല. അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് തൂക്കുപാലം ഞാൻ രാമമംഗലവും പൂത്തൃക്ക പഞ്ചായത്ത് തമ്മിൽ കൊണ്ടുവന്നുണ്ടായിരുന്നു. അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ള സമയത്താണ് ഈ ഫണ്ട് അനുവദിക്കുന്നത്. തൂക്കുപാലം പണിതു, വലിയ ഫ്ലഡിൽ അത് ഒലിച്ചുപോയി. അതിനുശേഷം ഫണ്ട് അനുവദിച്ചു. ഇദ്ദേഹം 2 നിർമ്മാണ ഉദ്ഘാടനം നടത്തി 2 പ്രാവശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ ഇതേവരെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ ബേസ്. ഇപ്പം പല സ്ഥലത്തും ഈ മിനി മാക്സ് ലൈറ്റ്, ഹൈ മാക്സ് ലൈറ്റും ഒക്കെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഇലക്ഷൻ ഒരു മാസം മുമ്പ് കൊണ്ടുപോയി ഈ ഉത്സവപ്പറമ്പിൽ ലൈറ്റ് സ്ഥാപിക്കുമല്ലോ, നമ്മളാ ഈ വെച്ചുവാണി കിടക്കാർക്ക് ലൈറ്റ് സ്ഥാപിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് സ്ഥാപിച്ചിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ട് കത്തിച്ചു പോയെന്നാണ് പറയുന്നത്. അതല്ലാതെ പിന്നെ കത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കാലത്ത് ഇപ്പം മാഞ്ചേരിക്കുഴി പാലം, PWD മന്ത്രി, മാഞ്ചേരിക്കുഴി പാലം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഏറ്റവും സുപ്രധാനമായ ഉള്ള ഒരു പാലമാണ്. 50 വർഷക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പാലം. അത് ഇബ്രാഹിം കുഞ്ഞ് PWD മന്ത്രിയായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് കാലത്ത് അതിന് ഫണ്ട് അനുവദിച്ചു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സ്ഥലം അക്യൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഒരു പാലത്തിന് ഫണ്ട് അനുവദിക്കാം, പക്ഷേ സ്ഥലം ആരും വിട്ടുതരത്തില്ല. ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും
കുന്നത്തുനാട് പഞ്ചായത്ത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, ആ പാലത്തിൻ്റെ പണി 90% ഇതായപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് ആകെപ്പാടെ ഈ പുതിയതായിട്ട് വന്ന MLA അതിന് പെയിൻ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പണി മുഴുവൻ പൂർത്തീകരിച്ചു. കാരണം കോവിഡ് കാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലല്ലോ, മന്ത്രിമാർ അവിടെ നിന്ന് പുറപ്പെടുത്തില്ല, ഇത് ചെയ്തില്ല. അങ്ങനെയുള്ള സാധനം പെയിൻ്റ് അടി മാത്രം PWD ചെയ്തു. ഇതൊക്കെയാണ് പുള്ളി പൂർത്തീകരിച്ചത്. ഈ പെയിൻ്റ് അടിച്ചതാണ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അനുവദിച്ചതെല്ലാം ശങ്കരാടി പറഞ്ഞതുപോലെ ഏതാ രേഖയെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് രേഖയെന്ന് കാണിക്കുന്ന പോലെ ഇതാണ് രേഖ. അത് അനുവദിച്ച് പണി പൂർത്തീകരിക്കാതെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ? 2020 അവിടെ ഒരു വളരെയധികം പ്രബലമായ ഒരു മിക്കവാറും 2020 കയറും ഒരു സീറ്റെങ്കിലും പിടിക്കുന്നത് കുന്നത്തുനാടായെന്ന് വിചാരിച്ചത്. 2020 തകർന്നടിഞ്ഞു. പക്ഷേ 2020യുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് UDF അധികാരത്തിലേറിയെന്നുള്ള ഒരു പൊതുവേ ഒരു സംസാരം എങ്ങനെയാണ്? അല്ല, 2020 എന്ത് സപ്പോർട്ട് ചെയ്തു? 2020 സ്വന്തമായി സ്ഥാനാർത്ഥി എടുത്തു പറയാം. PV ശ്രീനിധൻ അടക്കമുള്ളവർ പറഞ്ഞത്, അവർക്ക് ക്യാമ്പയിനിലുടനീളം പറഞ്ഞത് ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പുണ്ട്, പക്ഷെ തോക്കുകയാണെങ്കിൽ 2020യുടെ സപ്പോർട്ട് കൂടിയായിരിക്കുള്ളൂ, UDF ജയിക്കുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെയാണ്. 2020 ഈ വോട്ട് പിടിച്ച് എത്ര ഉണ്ടെന്ന് കണക്കൂട്ടിട്ടുണ്ട്. 2020 BJPയുടെ സഖ്യം നല്ല വോട്ട് പിടിച്ചു. അവർ ഇലക്ഷന് എല്ലാ വീടുകളിലും ഇവരുടേതായ കുറേ വീടുകൾ കയറിയിട്ട് 5000 രൂപയുടെ കൂപ്പൺ കൊടുത്തു. തിരഞ്ഞെടുപ്പ് കഴിയുമ്പം അവരുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ വന്ന് ഈ 5000ത്തിൻ്റെ സാധനം വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വരെ വോട്ട് പിടിച്ചു. എന്നിട്ടാണോ ഇവരുടെ സപ്പോർട്ട്? പിന്നെ ഈ പറയുന്ന ഈ മുൻ MLA എന്തിനാണ് ഈ സാബുവായിട്ട് ധാരണ ഉണ്ടാക്കാൻ പോയത്? തിരഞ്ഞെടുപ്പ് എടുത്തപ്പം സാബുവിൻ്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പോയിട്ട് ഈ ഇവിടുത്തെ സാധനമെല്ലാം നല്ല സാധനമാണെന്ന് ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ നോക്കി. സാബു അത് കളിയാക്കി ആക്ഷേപിച്ച് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു വിട്ടപ്പോഴാണല്ലോ പിന്നെ ഇത് ചെയ്ത്. ഏതെങ്കിലും ബോധമുള്ളവൻ ക്യാമറയായിട്ട് 2020 സാബുവിൻ്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് ഇതെല്ലാം സൂപ്പർ സാധനമാണെന്ന് പറയുമോ? സംവരണ മണ്ഡലമാണ്. ഇപ്പോൾ ഉന്നതി പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അവർക്ക് ഉദ്ദേശിക്കുന്നത് പുതിയ പ്രൊജക്റ്റുകൾ? അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം, മാത്രമല്ല എല്ലാ ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അവരെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അവരുടെ ചികിത്സയ്ക്ക് വേണ്ട സഹായം ചെയ്യുക, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായം ചെയ്യുക, അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള സംവിധാനം ചെയ്യുക. മാക്സിമം ഈ പഠിച്ച് ജോലി ലഭിച്ച് ഒരു സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗം. ഏറ്റവും വലിയ ഈ അച്ഛനും അമ്മയും ചെയ്യുന്ന അതേ തൊഴിലിലേക്ക് പോകാതെ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരെ ഡൈവേർട്ട് ചെയ്ത് അതിനൊക്കെയാണ് നമ്മൾ ഈ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി IT പോലുള്ള രംഗത്തേക്ക് കൊണ്ടും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മികച്ച അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. ഇപ്പം നമുക്കടുപ്പമുള്ള എല്ലാവരുടെയും മക്കളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഇവിടെ ഉള്ളത്. വളരെ കുറച്ച് ആളുകളെ അല്ലാത്തവരുള്ളൂ. അതേതെങ്കിലും കാരണവശാൽ ജോലിക്ക് പോകാൻ പറ്റാത്തവർ. ഇവിടെ തൊഴിലവസരങ്ങൾ കൂടുതലുണ്ട്, ഇഷ്ടംപോലെ കമ്പനികളുണ്ട്, പ്രൈവറ്റ് കമ്പനികളുണ്ട്, പൊതുമേഖലാ സ്ഥാപനമുണ്ട്, കൊച്ചിൻ റിഫൈനറി പോലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BPCL കമ്പനികളുണ്ട്. അപ്പോൾ അവിടങ്ങളിലെല്ലാം ജോലിക്ക് പോകാൻ പറ്റുന്ന ആളുകൾക്ക് കുറേ അധികം ആളുകൾ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, എന്നാൽ ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇവരെ പരമാവധി ആളുകൾക്ക് തൊഴിലവസരം കിട്ടുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം കിൻഫ്ര ഇവിടെ ഉണ്ട്, മറ്റേ നമ്മുടെ അമ്പലമേട് ഭാഗത്താണ് കിൻഫ്രയുടെ കമ്പനി. അപ്പോൾ അവിടങ്ങളിൽ കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന രീതിയിലുള്ള പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരിക, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമുള്ളത്. ഇപ്പോഴും UDFലൊരു കെട്ടുറപ്പ് പല കാര്യങ്ങളിലും പല മേഖലകളിൽ നിന്ന് അസ്വാരസ്യങ്ങൾ വരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ് അലോഷ്യസ് സേവിയറിൻ്റെ ഇത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളായിരുന്നല്ലേ? കാരണം മുഖ്യമന്ത്രി കണ്ടിട്ട് ഗൗനിച്ചില്ല എന്ന് പറയുന്നു, മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതെല്ലാം എത്രമാത്രം UDF സർക്കാരിന് അത് ദോഷം ചെയ്യും? ഇങ്ങനെ വലിയ കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ടു എന്നുള്ള പുള്ളിയാണ് നിയമവകുപ്പ് മന്ത്രിയോട്. മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്നെ പോലുള്ള ആളുകളല്ലേ ഇത് കൊണ്ട് കൊടുക്കുന്നത്, ഞങ്ങളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്.
ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പറയുന്ന മുഴുവൻ ആളുകൾ പിന്നെ ഈ എടുക്കുക എന്നുള്ളതല്ല. എ ജി കൊടുത്താലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്താലും അത് കൊടുക്കുന്ന ആളുകളോട് ഒന്ന് നോക്കേണ്ടതല്ലേ. എല്ലാത്തിനെയും ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പുള്ളി ആര് കൊടുത്താലും ഇങ്ങനെ ഒപ്പിട്ടു. പുള്ളി പറയുക അത് ഞാൻ 100 ഒപ്പിട്ട് കൊടുക്കുമ്പം 20 ചിലപ്പം ഫാൾട്ടായിരിക്കും. പക്ഷേ ആ 80 പേരുടെ കാര്യം ഇത് പെൻഡിങ്ങിലായി പോകത്തില്ലേ. ശരിയായ 80 പേര് അവിടെ നിൽക്കുകയാണ്, അവർക്ക് സമയത്ത് നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം 10 തെറ്റിപ്പോവും. പക്ഷേ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ കണക്ക് എല്ലാവരും ഈ KSU പ്രവർത്തകരൊക്കെ ആയി ഉയർന്നു വന്നവരാണ് എല്ലാ നേതാക്കന്മാരും. അതെ അതെ അതെ. അത് കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് തിരുത്താൻ KSU പ്രസിഡന്റ് വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ഓർഡർ ഇറങ്ങി കഴിഞ്ഞ് ഇനിയും തിരുത്താൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടുകൂടി വിഷയം തീർന്നു. ചാപ്റ്റർ ക്ലോസ് ആയി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ അക്കാര്യത്തിൽ അത് UDF ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് എങ്ങനെയാണ് അതിനകത്ത് അല്ല അത് ആൽക്കഹോൾ ഇപ്പം നമ്മൾ ഒരു വശത്ത് നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കാര്യങ്ങൾ വരുന്നു, മറുവശത്ത് നമ്മൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നു. അത് പൊതുവിൽ ജനങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരികയാണ്. അതിൽ UDF തീരുമാനം എടുത്തിട്ടില്ല. UDF യോഗം ചേർന്ന് UDF എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലേ പോവുള്ളൂ. ഇപ്പം വീര്യം കുറഞ്ഞ മദ്യമാണേലും വീര്യം കൂടിയ മദ്യമാണേലും എല്ലാം മദ്യമാണല്ലോ. അതെ. അപ്പോൾ അത് ഈ മദ്യത്തെ തൊട്ട് കളിച്ചാൽ അത് ഏത് സർക്കാരാണേലും ആ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകും. തീർച്ചയായിട്ടും. അതിപ്പം AKNയുടെ കാലത്ത് ചാരായം നിരോധിച്ചു. പിന്നെ എത്ര പഴച്ചാറ് മാത്രമാണ് അത് പിന്നെ ആ സർക്കാരിന് വരാൻ പറ്റിയില്ല. ഉമ്മൻചാണ്ടി സാറ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു. സ്മാർട്ട് സിറ്റിയും മെട്രോ റെയിലും ഒക്കെ പോട്ടെ, വിഴിഞ്ഞം തുറമുഖവും അതേപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടൊക്കെ എത്രയോ സ്വപ്ന പദ്ധതികൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി. അതുകൂടാതെ പുള്ളി നടത്തിയ ജനസമ്പർക്ക പരിപാടിയും ജനങ്ങളോട് ചേർത്ത് നിർത്തി പോയൊരു നേതാവിന് ഇത് ചെയ്യാനുള്ള ഒരു കാരണം ഈ ആ മദ്യനയത്തിലുണ്ടായ പാളിച്ചയാണെന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നതും. എനിക്കും അങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പം ഈ മദ്യത്തെ തൊട്ട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചാവണമെന്ന് ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുഹൃത്താണ്. നമുക്കറിയാം KSU എങ്ങനെയായിരുന്നു പഠിത്തവും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ KSUവിൽ കൂടി തന്നെയാണ് എല്ലാവരും പല പല ഘട്ടങ്ങളിലായി ഈ രംഗത്തേക്ക് എത്തിയ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ എവിടെയായിരുന്നു? കോളേജ് എങ്ങനെയായിരുന്നു? സ്കൂള് നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ കോളേജ് പ്രീ ഡിഗ്രി പഠിച്ചത് കോട്ടയം ബസേലിയസ് കോളേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോളിടെക്നിക്കിന് പോയി പഠിക്കാൻ തൃശ്ശൂർ. നാട് പറഞ്ഞില്ല. കോട്ടയം ജില്ലയിലെ പണ്ട് പുതുപ്പള്ളി നിയോജകമണ്ഡലമായിരുന്നു. സ്വന്തം നാട്ടിലാണ്. പള്ളിക്കത്തോടെന്ന് പറയും. പള്ളിക്കത്തോട്. അപ്പോൾ അവിടുന്ന് ആനിക്കാട് പള്ളിക്കത്തോട്. അവിടുന്ന് പിന്നെ ബസേലിയസ് കോളേജിൽ പഠന ശേഷം പോളിടെക്നിക്കിൽ തൃശ്ശൂർ MDA പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് LLBക്ക് കിട്ടുന്നത്. പിന്നെ കോഴിക്കോട് പോയി 1 വർഷം പഠിച്ചു. പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് തിരുവനന്തപുരത്ത് വന്ന് ലോ കോളേജ് കംപ്ലീറ്റ് ചെയ്ത് തിരുവനന്തപുരം 4 വർഷം തിരുവനന്തപുരത്താണ് പഠിച്ചത്. അപ്പോഴെല്ലാം പോകുന്ന സ്ഥലത്തെല്ലാം KSU ഒക്കെ ആയി ഇങ്ങനെ നിൽക്കുകയാണ് ലൈവായിട്ട്. പിന്നെ നമ്മൾ ലോ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ജയിച്ചതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നെടുമങ്ങാട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി. അത് മറ്റേ അക്കാഡമിയിലാണ് പിന്നെ LLMന് ചേർന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് KSU ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പം നമ്മൾ ഹോസ്റ്റലിലാണ് താമസിച്ചത് ലോ കോളേജ്. അപ്പം ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായി. കാരണം ക്വാർട്ടേഴ്സിൽ അവിടെ നിന്ന് ഇതായപ്പോഴത്തേനും നമ്മൾ പിന്നെ പ്രാക്ടീസിന് പോയപ്പോൾ നമ്മളെ പിന്നെ തിരിച്ചു വിളിച്ചു. പ്രാക്ടീസൊക്കെ അവസാനിപ്പിച്ച് KSUവിൻ്റെ ഭാരവാഹിയാകാൻ പറഞ്ഞു. അങ്ങനെ KSUവിൻ്റെ മുഖപത്രമായ കലാശാലയുടെ എഡിറ്ററായി. അപ്പോൾ നമ്മൾ ഇച്ചിരി എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ AKNയാണ് ഈ കലാശാലയുടെ ആദ്യത്തെ എഡിറ്റർ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വന്നു. 98 വൈക്കത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നു. KSUവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് 1076 വോട്ടിന് തോറ്റുപോകേണ്ട സാഹചര്യം വന്നു. ബൈ ഇലക്ഷനാണ്. ഫസ്റ്റ് MLA. അന്ന് മത്സരിച്ചപ്പോൾ ഈ TV പുരം സിമിത്തേരി പ്രശ്നം വന്ന് അതിൻ്റെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ വൈക്കത്ത്. TV സിമിത്തേരി വിഷയത്തിൽ കോൺഗ്രസിനോ UDFനോ ഒരു ബന്ധമില്ലേലും ഭരിക്കുന്നത് EK നായനാരാണ്.
അത് അവിടുത്തെ MLA CPIയുടെ MLA ആണ്. എങ്കിലും അത് അഫക്റ്റ് ചെയ്തത് UDF-നായിരുന്നു. അതായത് ആ വിഷയം കൂടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ മത്സരിക്കുന്നത്. പക്ഷേ നമ്മൾ 1076 വോട്ടിന് വൈക്ക് LDF-ന് അന്നും മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഇഷ്ടം പോലെ വർക്കേഴ്സ് ഉള്ള സ്ഥലമാണ്. ഭയങ്കര ആവേശത്തോട് വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ജയിക്കുന്നത് കുന്നത്തുകാട്ടി വന്നാണ്. ഇപ്പോൾ നമുക്കറിയാം മാധ്യമപ്രവർത്തകയാണ്, ഞങ്ങളൊക്കെ വളരെ ചങ്കായിട്ടുള്ള മാധ്യമപ്രവർത്തകയായിരുന്നു. ജീവൻ ടിവിയിലായിരുന്നു, ഇപ്പോൾ മറ്റ് മാധ്യമത്തിലേക്ക് പോയി. അതറിയാം. ലേബി സജീന്ദ്രൻ എപ്പോഴും സജീവ മാധ്യമപ്രവർത്തനത്തിലുണ്ട്. ലേബി നല്ല മാധ്യമപ്രവർത്തകയാണ്. പിന്നെ മക്കളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? മക്കള് മൂത്തവൻ പുറത്ത് പഠിക്കുന്നു. ഇളയാളിപ്പോൾ എഞ്ചിനീയറിങ്ങിന് ദൂരോട്ട് വിടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുത്തൻകുരിശാണല്ലോ. പണ്ടത്തിന്റെ കമ്പ്യൂട്ടർ സയൻസ് AI ആണ് എടുത്തിരിക്കുന്നത്. പുതിയ തൊഴിൽ സാധ്യതകളൊക്കെ. അതെ അതെ അതെ. മോൻ വിദേശത്ത് എവിടെയാണ്? ഷിക്കാഗോയിലാണ്. ഏതാ, മെഡിസിൻ ആണോ അതോ? അല്ലല്ല, പുള്ളി ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സയൻസ്. പുള്ളി സ്വയം സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ആണ്. ശരി, വളരെ നന്ദി MLA. അതായത് ഇപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം ചെയ്ത വളരെ ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം 5 വർഷത്തേക്ക് പുതിയ MLA വന്നപ്പോൾ മുടങ്ങി കിടക്കുകയായിരുന്നു. അതെല്ലാം പൂർത്തീകരിക്കണം. ഒപ്പം സംവരണ മണ്ഡലമാണ് കുന്നത്തുനാട്. SC/ST ആ ഒരു സംവരണമായതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ അവർക്കായി ചെയ്തു കൊടുക്കാനുണ്ട്. മാത്രമല്ല IT, യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യത, ഒപ്പം തന്നെ ടൂറിസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ടൂറിസം വഴി യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ കൂടി വരികയാണ്. അങ്ങനെ മണ്ഡലം കുന്നത്തുനാട് വളരെ സൂപ്പറാക്കി മാറ്റും. അങ്ങനെയാണ്. എങ്കിലും ഒന്നും കൂടി മെച്ചപ്പെടുത്തി ഭംഗിയാക്കുമെന്ന് തന്നെയാണ് MLA അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. MLA ഈ ഒരു പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.